ഹംപിയിലെ വിജയവിഠല ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഓട്ടോറിക്ഷയിൽ വരുന്ന വഴിക്ക് തന്നെ ഡ്രൈവർ ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് ഓട്ടോറിക്ഷ നിർത്തി. ഇവിടുന്ന് അങ്ങോട്ട് പ്രത്യേക വാഹനത്തിൽ വേണം സഞ്ചരിക്കാൻ. ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്നു. ഈ ഇലക്ട്രിക് വാഹനത്തിൽ വേണം ക്ഷേത്രത്തിന് മുന്നിലെത്താൻ. ലക്കി സ്റ്റോൺ ചാരിയറ്റ്, ശിലയിൽ തീർത്ത സുപ്രസിദ്ധമായ രഥം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തികച്ചും വിജനമായ പ്രദേശം. റോഡിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ അപൂർവം മാത്രം. റോഡിനിരുവശത്തുമായി തകർന്നടിഞ്ഞ എന്നാൽ പഴയകാല രാജഭരണത്തിൻ്റെ പ്രതാപം വിളിച്ചോതുന്ന നിർമ്മിതികളാണ്. ക്ഷേത്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന റോഡ്, അതിന് ഇരുവശത്തുമായി കാണുന്നത് അനേകം സ്തംഭങ്ങളോടുകൂടിയ വ്യാപാര നിരകളാണ്. അന്നത്തെ മാർക്കറ്റായിരുന്നു ഇത്. ക്ഷേത്രഗോപുരത്തിൻ്റെ കുറച്ചകലെയായി ബഗ്ഗി നിർത്തി എല്ലാവരും ഇറങ്ങി. റോയൽ എൻക്ലേവിൽ നിന്നും എടുത്ത ടിക്കറ്റ് കാണിച്ചാണ് ഇവിടെയും പ്രവേശിച്ചത്. അകത്തു കടന്നാലുള്ള കവാടത്തിൻ്റെ ദൃശ്യമാണിത്. ഇടതും വലതുമായി കുറേ ചെറിയ മണ്ഡപങ്ങളും. കല്ലിൽ നിർമ്മിച്ച രഥം മുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ 50 രൂപ നോട്ടിൽ ഇതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കല്ലിൽ തന്നെ പണിത ചക്രവും അതിൻ്റെ അച്ചുതണ്ടും. ഇത് ചലിപ്പിക്കാൻ കഴിയുന്നവയാണ്. ഇവിടെയുള്ള നൃത്തമണ്ഡപവും അതിൻ്റെ സംഗീതം പൊഴിക്കുന്ന തൂണുകളും വളരെ പ്രസിദ്ധമാണ്. സപ്തസ്വരം മുഴക്കാൻ കഴിയുന്ന വളരെ വിചിത്രമായ തൂണുകൾ. മുമ്പ് ആർക്കും ഇതിൽ കൊട്ടിനോക്കാനും പരീക്ഷിക്കാനുമുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന് നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ്. ഇത്തരം നിർമ്മിതികളുടെ സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതിൻ്റെ രഹസ്യമെന്തെന്നറിയാൻ ബ്രിട്ടീഷുകാരനായ ഒരു ഉദ്യോഗസ്ഥൻ പൊട്ടിച്ചെടുത്ത ഒരു തൂൺ അവിടെ ഗൈഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. വിശാലമായ നൃത്തവേദി നമുക്കവിടെ കാണാൻ കഴിയും. രാജഭരണകാലത്ത് നൃത്തം, വാദ്യം, ശില്പകല എന്നിവയ്ക്കെല്ലാം എത്രത്തോളം പ്രാമുഖ്യം നൽകിയിരുന്നു എന്ന് അവിടെ സന്ദർശിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ഓരോ തൂണും വളരെയേറെ ശ്രദ്ധയോടെയും അതേപോലെ ശില്പചാതുര്യത്തോടെയുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാട്യമന്ദിരത്തിൻ്റെ അടിത്തറയുടെ ചുറ്റുമായി നൃത്തരംഗങ്ങളാണ് നിരനിരയായി കൊത്തിവച്ചിരിക്കുന്നത്. ഇടയ്ക്കിടെ വാദ്യമേളക്കാരുമുണ്ട്. അനേകം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ക്ഷേത്രാങ്കണം, അതും ശിലകൾ പതിച്ചത്. സൂര്യൻ്റെ വെയിലേറ്റ് ശിലാപാളികൾ ചൂടായി തുടങ്ങിയിരിക്കുന്നു. അധിക സമയം ഇതിൽ ചവിട്ടി നിൽക്കാൻ കഴിയില്ല. ക്ഷേത്രാങ്കണം ഒന്നുകൂടി ചുറ്റിക്കറങ്ങിയ ശേഷം ഗോപുരത്തിലൂടെ പുറത്തേക്ക് കടന്നു. കിങ്സ് ബാലൻസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. രാജാവ് തുലാഭാരം നടത്തുന്നതിനായി നിർമ്മിച്ചിരിക്കുന്നത്. മൈതാനത്തിലൂടെ അല്പം കൂടി മുമ്പോട്ട് സഞ്ചരിച്ചപ്പോൾ മുന്നിൽ തുംഗഭദ്ര നദി. പുരന്ദരദാസ് മണ്ഡപമാണ്
നദിക്കരയിൽ പൂർണ്ണമായും ശിലകൾ കൊണ്ട് നിർമ്മിച്ചത്. 60ഓളം പില്ലറുകൾ ഇതിനുണ്ട്. ചെരുപ്പഴിച്ചു വേണം ഇതിനകത്തേക്കും പ്രവേശിക്കുന്നത്. പുരന്ദരദാസിൻ്റെ കൃതികൾ ഓർമ്മിച്ചെടുത്തുകൊണ്ട് അല്പസമയം അവിടെ ചെലവഴിച്ചു. മടങ്ങാനുള്ള സമയമായിരിക്കുന്നു. ബഗ്ഗി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. തിരിച്ചുള്ള യാത്ര. ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു.